നമസ്കാരം. ഹമീദ് മാമു എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം, നമ്മുടെ കേരള ഗവൺമെൻറ് ഈയിടെ ഒരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും നോക്കാത്ത മക്കൾക്ക് അവർക്കൊരു ശിക്ഷ നടപ്പാക്കിക്കൊണ്ടാണ് ഈ നിയമം കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. ഈ നിയമത്തിൻ്റെ പേര് കേരള സീനിയർ സിറ്റിസൺസ് ബിൽ എന്നാണ് ഈ നിയമത്തിൻ്റെ പേര്. ഓൾറെഡി CRPC സെക്ഷൻ 125 പ്രകാരം നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവർക്ക് അവരുടെ ക്ഷേമത്തിനായിട്ട് ഒരു നിയമം നിലവിലുണ്ട്. അതുകൂടാതെ 2007 കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു ആക്ട് കൊണ്ടുവരുന്നു, മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് ദി പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട്. ആ നിയമപ്രകാരം ട്രിബ്യൂണലുകൾ, സീനിയർ സിറ്റിസൺ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ എന്നിട്ടും ഇത്തരം നിയമങ്ങളുണ്ടായിട്ടും ജനങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ, അവരുടെ കടമകൾ നിർവഹിക്കാതെ, അവർക്ക് സ്നേഹപരിലാളനകൾ നൽകാതെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഒരുപാട് അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നമ്മൾ ഈ സമൂഹത്തിൽ ഇന്ന് ഇത്രയും നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമത്തിൻ്റെ കൂടി ഒരു കമ്മീഷൻ കൂടി ഉൾപ്പെടുത്തിയാണ് നിയമം കൊണ്ടുവരുന്നത്. അതെന്താണെന്നാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. അതിലെ ശിക്ഷകൾ, അച്ഛനമ്മമാരെ നോക്കാത്ത മക്കൾക്ക് എന്തൊക്കെ ശിക്ഷകളാണ്, ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇത്തരം നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ പതിപോലെ ഞാൻ പറയണത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഞാൻ നിങ്ങളോട് വിനയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കേരള ഗവൺമെൻറ് ഈയിടെ നിയമമാക്കാൻ പോകുന്ന കേരള സീനിയർ സിറ്റിസൺ ബില്ല് അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ പിച്ചുവെച്ച് നമ്മളെ വളർന്ന് വലുതാക്കി ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി നമുക്ക് വേണ്ട എല്ലാം തന്ന് പരിപാലിച്ച് ലാളിച്ച് വളർത്തിയ അച്ഛനമ്മമാരെ മറക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായ ഒരു കാര്യമല്ല. കാര്യം ഇത്രയൊക്കെ നിയമങ്ങളുണ്ടായിട്ടും ഇവിടെ പല അമ്മമാരും കണ്ണീരിലാണ്, പല അച്ഛന്മാരും ദുരിതത്തിലാണ്. കാര്യം മക്കൾ വലുതായി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ക്ഷേമമാണ് വലുത്. അച്ഛനമ്മമാരെങ്ങനെ ജീവിക്കുന്നു, അവർ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ മരുന്ന് കഴിക്കുന്നുണ്ടോ, രോഗങ്ങൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരെ എനിക്കറിയാവുന്നത്. കാര്യം ചിലരെല്ലാം തുറന്നു പറയാറുണ്ട് മക്കളുടെ ഈ അവഗണന സഹിക്കാൻ വയ്യാതെ പലരും ആത്മഹത്യക്ക് പോലും തുനിയാൻ തയ്യാറാവുന്ന ഒരുപാട് അച്ഛനമ്മ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ടാവുന്ന സഹായം ചെയ്യുക, അവർക്ക് മക്കളെ വിളിച്ച് ഉപദേശിക്കുക. എന്നിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ ചിലർ വിദേശത്ത് ജോലി കെട്ടി ഭാര്യയും ഭർത്താവും കൂടി വിദേശത്തേക്ക് പോകും. അച്ഛനമ്മമാർ ഇവിടെ കിടന്ന് അറിയിക്കും. എന്നാൽ അവർക്കെന്തെങ്കിലും അവരുടെ സുഖം അന്വേഷിക്കാനോ, ഒരു ഓണം അല്ലെങ്കിൽ റംസാൻ, ക്രിസ്മസ് ഇങ്ങനെയുള്ള ദിവസങ്ങളിലെങ്കിലും അമ്മമാരെ തേടി പറന്നിവിടെ വരികയോ, ഈ പാവപ്പെട്ട അച്ഛനമ്മമാർ ചിലപ്പോൾ അവർ ഈ ക്രിസ്മസ് ആഘോഷിക്കാനാണെങ്കിലും ഓണം ആഘോഷിക്കാനാണെങ്കിലും തങ്ങളുടെ മക്കളുടെ സാമീപ്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് ചിലർ വിദേശത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആഘോഷിച്ച് അച്ഛനമ്മമാർക്ക് വീഡിയോ കോൺഫറൻസിലൂടെ ഒരു വിഷുവും പറഞ്ഞ് അത് അവസാനിപ്പിക്കും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ വേദന ആ മക്കൾ അറിയുന്നില്ല. അവർക്കത് അറിയണമെന്നില്ല. കാര്യം അവരുടെ കാര്യങ്ങൾ തന്നെ നടത്തണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഇത്തരക്കാർക്കുള്ളൂ. അവരുടെ മക്കൾ, അവരുടെ കുടുംബം, അവരുടെ അച്ഛനമ്മ എങ്ങനെ ജീവിച്ചാലെന്ത്. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് കർക്കശമായിട്ട് ഈ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ, കാര്യം ഉത്തരവാദിത്തപ്പെട്ട സംരക്ഷണ ചുമതലയുള്ള ബന്ധു അവകാശികൾ ഇവരൊക്കെ
അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകിൽ പോവുകയാണെങ്കിൽ, അച്ഛനമ്മമാരെ വഴിയിൽ തള്ളുകയാണെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് കടുത്ത ശിക്ഷ ഈ നിയമത്തിലൂടെ ലഭിക്കും. ഓൾറെഡി നിയമപരിഷ്കരണ വകുപ്പ് ഈ നിയമം ഡ്രാഫ്റ്റായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞു. ആ ഡ്രാഫ്റ്റ് നിയമവകുപ്പിന് കൈമാറുകയും നിയമവകുപ്പ് അത് പൊതുനീതി വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. നിയമമായിട്ടില്ല, ഇപ്പോഴും കരട് നിയമം ആയിട്ടുണ്ട്. ഈ നിയമത്തിന് പുറകിൽ ഒരാളുടെ കരം പ്രവർത്തിച്ചിട്ട് ആലപ്പുഴക്കാരനായ ഒരു ചന്ദ്രദാസ് എന്ന് പറഞ്ഞ ഒരു റവന്യൂ ഇൻസ്പെക്ടറുടെ ഒരു പ്രയത്നം. അദ്ദേഹമാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിക്കും പൊതുഭരണ വകുപ്പിനുമൊക്കെ കത്ത് നൽകുകയും അതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്ത ഒരു ആളാണെന്ന് ഞാൻ പത്രദ്വാര വായിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. കാര്യം ഇങ്ങനെ പോയി നമ്മുടെ സമൂഹത്തിൻ്റെ ക്ഷേമം നടപ്പിലാക്കണമെന്നുള്ള മനസ്സിലുള്ള നല്ലവരായ ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. അപ്പോൾ ഈ നിയമം കൊണ്ടുവരാൻ ഈ ചന്ദ്രഹാസനാണ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ നിയമം വരുന്നത്. കാര്യം ഞാനും ഇങ്ങനൊരു നിയമം വരുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു നടപടി, അതായത് ബന്ധുവിനും മക്കളെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്ത അടുത്ത ബന്ധുക്കൾക്കും അവകാശികൾക്കും അവർക്ക് 6 മാസം കഠിന തടവും 1,00,000 രൂപ പിഴയുമാണ് ഈ നിയമപ്രകാരം അനുശാസിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനെങ്കിൽ ഈ ആശ്രിത നിയമനം എന്നുള്ള പരിപാടിയുണ്ട്. ഈ ആശ്രിത നിയമനത്തിലൂടെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരെ തിരിഞ്ഞു നോക്കില്ല. എന്നാൽ അച്ഛൻ്റെ വിയർപ്പാണ് താൻ തുടർന്ന് അനുഭവിക്കണം എന്നുള്ളൊരു ചിന്ത അവർ മറന്നു പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ നിയമപ്രകാരം അവൻ്റെ ശമ്പളത്തിൽ നിന്ന് 25% കട്ട് ചെയ്യാനുള്ളൊരു ശുപാർശയും കൂടി ഈ നിയമത്തിലുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം ഇങ്ങനെ ആശ്രിത നിയമം ലഭിച്ച് അച്ഛനമ്മമാരെ മറന്നു നടക്കുന്ന മക്കൾക്ക് അതൊരു താക്കീതാണ്. ഈ നിയമത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയണമെങ്കിൽ, അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളാൻ പാടില്ല. അവർ സമ്മതിച്ചാൽ, പരിപൂർണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവർ വൃദ്ധസദനത്തിൽ വിടാൻ പാടുള്ളൂ. അത് ഈ നിയമത്തിൻ്റെ വളരെയധികം ഹൈലൈറ്റാണ്. അങ്ങനെ അവരുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ തള്ളിയാൽ 3 വർഷം തടവ് ഈ നിയമം നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ചിലർ സ്വന്തം അച്ഛനമ്മമാരെ നോക്കുക മാത്രമല്ല, ചിലർ എന്തെങ്കിലുമൊക്കെ പൈസയായിട്ടൊക്കെ അയച്ചു കൊടുക്കുമായിരിക്കും. ചിലർ ഇതുപോലെ പൈസയും കൊടുക്കില്ല, അവരെ വീട്ടിലിട്ട് മർദ്ദിക്കുക, അവരെ മാക്സിമം പീഡിപ്പിക്കുക, തല്ലുക, ഇടിക്കുക. അതിനുശേഷം വീടിന് പുറത്ത് നമ്മൾ അങ്ങനെ പല കഥകളും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാർപ്പിൽ കിടന്ന കഥകളൊക്കെ കിടത്തി അച്ഛനമ്മമാരെ മർദ്ദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് 3 വർഷം തടവാണ് ഈ നിയമം പറയുന്നത്. 1,00,000 രൂപ പിഴയും. അപ്പോൾ ഇതും ഒരു നല്ലൊരു കാര്യമാണ്. കാര്യം ഈ നിയമം നടപ്പായി കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പേടിയാണ്. മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് പ്രകാരം ആ ട്രിബ്യൂണലിൽ നമ്മൾ സമീപിച്ച് അവിടെ നമ്മൾ ഹർജി ഫയൽ ചെയ്ത് തീർപ്പായി 8 അവരുടെ ക്ഷേമത്തിനുള്ള തുക അനുവദിക്കുന്നത്. ഈ നിയമം വരികയാണെങ്കിൽ നമുക്ക് വെറും ഒരു വെള്ള പേപ്പറിൽ ഒരു പരാതി കേരള സീനിയർ സിറ്റിസൺ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നുണ്ട്. ആ കമ്മീഷൻ്റെ ഓഫീസിലേക്ക് ഇപ്പോൾ വനിതാ കമ്മീഷനുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, എന്ന പോലെ തന്നെയുള്ള ഒരു കമ്മീഷനാണ് വരാൻ പോകുന്നത്. ഇതാണ് ഈ നിയമത്തിലെ പ്രധാന ഹൈലൈറ്റ്. കാര്യം ഈ ഒരു പരാതി ഇവിടെ ഒരു കമ്മീഷൻ വരികയാണെങ്കിൽ, ഈ നിയമപ്രകാരം ഒരു കമ്മീഷൻ വരികയാണെങ്കിൽ, ആ കമ്മീഷൻ്റെ നടപടികൾ പ്രകാരം ഇപ്പം നമ്മൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തുകയും ആ തെളിവെടുപ്പിൽ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത അടുത്ത ബന്ധുക്കളോ അവകാശികളോ ആണെങ്കിൽ അവർക്ക് 6 മാസം തടവും പിഴയും അത് അവർക്ക് തന്നെ കൊടുക്കാനുള്ളൊരു അധികാരം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മക്കളെ ഭിക്ഷ എടുപ്പിക്കുന്നവരുണ്ട്. ചിലർ സ്വന്തം അച്ഛനെയും അമ്മയും കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ 3 വർഷം തടവാണ് ഈ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തെളിവ് എടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തീരുമാനമാക്കും. ഒരു അച്ഛനെ ഇങ്ങനൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ വേണ്ട
തെളിവെടുപ്പുകളും അനുരഞ്ജനവും കൗൺസിലിങ്ങൊക്കെ നടത്തി അവർ തന്നെ കമ്മീഷൻ തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർ ഒരുപാട് പേരുണ്ട്, അച്ഛനമ്മയും സംരക്ഷിക്കാൻ ഒരു ആരേൽപ്പിക്കാത്തവർ. അങ്ങനെയുള്ളവർക്ക് പഞ്ചായത്തിൻ്റെ ഇടപെടലുകളിലൂടെ പഞ്ചായത്ത് അവർക്ക് സാന്ത്വനം നൽകുന്ന, അവരെ പരിചരിക്കുന്ന പരിചാരകരെ ഇവരുടെ ചിലവിൽ, വിദേശത്ത് പോകുന്നവരുടെ ചിലവിൽ അവരെ പഞ്ചായത്തിൽ പണമടച്ച് പഞ്ചായത്തിൽ നിന്ന് പരിചാരകരെ നൽകുന്ന ഒരു സമ്പ്രദായം നടപ്പിലാക്കാൻ ഗവൺമെൻറ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെയധികം ആശ്വാസം നമ്മളുടെ ഈ സീനിയർ സിറ്റിസൺസ്, അതായത് അച്ഛനമ്മ, പ്രായമായവർ, ഇവർക്കൊക്കെ സമൂഹത്തിൽ ഒരു സംരക്ഷണം ഉറപ്പാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ നിയമം എത്രയും വേഗം ഗവൺമെൻറ് കൊണ്ടുവരട്ടെ എന്നാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അത് നിങ്ങളും കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന മക്കളുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്ക് ഉടനെ പിടി വീഴും. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളെ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ ഒഴിഞ്ഞുമാറി നടക്കാമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.